ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലേക്ക് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ എല്ലാം തന്നെ മാർക്കറ്റ് പുട്ട് ഓപ്ഷനൊക്കെ ഹ്യൂജായിട്ട് ആഡ് ചെയ്ത ആളുകൾ ഇനിയും മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ല. മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ക്ലോസായി അവസാനിച്ചു. ആ മാർക്കറ്റ് ഇടിയുമെന്ന് യുദ്ധം എന്ന് എഴുതി കാണിക്കുമ്പോഴേ തന്നെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് ഹ്യൂജായിട്ട് ലോസ് വന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയൊരു ഒരു ഒരു ഉദാഹരണമായിട്ട് മാർക്കറ്റ് നിലകൊണ്ടു. മാർക്കറ്റ് ഇന്നും വെള്ളിയാഴ്ച ദിവസം 2 ദിവസം മാർക്കറ്റ് അവധി എന്നിരുന്നാൽ കൂടിയും ഇന്ന് മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തില്ല. ഒരു കാര്യം സത്യമാണ്, ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് ഇന്നത്തെ സെൻസെക്സ് എല്ലാം തന്നെ ഏകദേശം ഒരു 700 പോയിന്റ് അടുത്തൊക്കെ റാലി രേഖപ്പെടുത്തി. ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് ഫോൾ ആയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നെഗറ്റീവിൽ ക്ലോസ് ആയിട്ടില്ല. അതായത് ഒരു ശരിക്കും ഒരു ആക്ച്വലായിട്ടുള്ളൊരു പാനിക് സെല്ലിംഗ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ FIs ഒക്കെ ഹ്യൂജായിട്ട് സെല്ലിംഗ് മോഡലാണ് അവർ ഉണ്ടായിരുന്നതെങ്കിൽ ഈ മാർക്കറ്റ് ഇന്ന് നെഗറ്റീവായിട്ടൊക്കെ ക്ലോസ് ചെയ്തതിന് പോയിന്റുകളെല്ലാം തന്നെ ചോർന്നു പോയതിന് അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് ഡേ ഹൈയിൽ നിന്ന് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഓട്ടോ സ്റ്റോക്കുകൾ, ബജാജ് ഓട്ടോ, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. Q4 റിസൾട്ട് വന്ന റീറ്റെയിൽ കമ്പനി എല്ലാം തന്നെ നല്ല റിസൾട്ടിന് ശേഷം ഇന്നും നേട്ടം കൈവരിച്ചു. ഇൻഡസ് ടവർ എല്ലാം ഇവരുടെ ബൈബാക്ക് അനൗൺസ്മെൻറ്റ് ബോണസ് എല്ലാം തന്നെ ഡിലേ ആക്കിയതിനു ശേഷം സ്റ്റോക്ക് ചെറിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ടെൻഷൻ നടക്കുമ്പോൾ ഈ വാർ വിരോധികളായിട്ടുള്ള 2 ആശാന്മാരും ഇപ്പോൾ ഉറ്റ സുഹൃത്തുക്കളാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് US-ഉം ചൈനയും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി വീണ്ടും ചർച്ചകൾ എല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ട്രേഡ് ടോക്ക് എല്ലാം തന്നെ ഇന്ന് ചൈനയും US-ൽ തന്നെ നടത്തുന്നുണ്ടെന്നുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു കാര്യം. അപ്പോൾ ആ ഒരു ഫിയർ മാറി എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ US-ലെ GDP ഡേറ്റ വന്നിരുന്നു. നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കൂടിയും അവിടുത്തെ IT കമ്പനീസിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാരണം ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. ഇന്ന് US-ൽ നിന്ന് പേറോൾ ഡേറ്റ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ US-ൻ്റെ ഡേറ്റ, ചൈന ട്രേഡ് ടോക്ക് ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ഒറ്റുനോക്കുന്നത് നേരെ ബോർഡറിലേക്കാണ്. വാസ്തവമാണ്, ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിനെയാണ് വലിയ തോതിൽ ബാധിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുക വഴി മറ്റുള്ള മാർക്കറ്റും തന്നെ ഒന്നും ബാധിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുടെയും കോൺസെൻട്രേഷൻ ഇവിടെയാണ് ഉള്ളത്. ഈ ഒരു ഇഷ്യൂവിന് ശേഷം പാകിസ്ഥാൻ മാർക്കറ്റ് ഏകദേശം 800 പോയിന്റ് അഥവാ 6% ഒരു ഫോള് ഉണ്ടാക്കി. അതായത് അവിടുത്തെ തന്നെ മിനിസ്റ്റർ പറഞ്ഞു ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കും എന്നുള്ളത്. യുഎന്നിനെ സമീപിച്ചു, അന്താരാഷ്ട്ര ഹെൽപ്പ് തേടുന്നുണ്ട്. അപ്പോൾ അത് അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു പേരിൽ നമ്മുടെ മാർക്കറ്റിലൊന്നും ഇതുവരെ ഫോൾ ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും 2 ദിവസം വീക്കെൻഡാണ്, വളരെ നിർണായകമായിട്ടുള്ളൊരു വീക്കെൻഡാണ് ഈ 2 ദിവസം. കാരണം ഈ ഒരു ഇഷ്യൂവിന് ശേഷം നമ്മളുടെ കരസേന, നാവികസേന എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളെല്ലാം തന്നെ നടന്നു. ഒരേ സമയം നാവികസേനാ തലവനും കരസേനാ മേധാവിയും എന്തിനും സജ്ജമാണ് എന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ കിട്ടി. അപ്പോൾ ഈ 2 വീക്കെൻഡ് വളരെയധികം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഒരു വീക്കെൻഡ് വളരെയധികം റിസ്ക് ആണ്. നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസുകളും കാര്യങ്ങളെല്ലാം തന്നെ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ ഈ സൺഡേ കൊച്ചി ഓഫീസിൽ വെച്ച് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കൂടാതെ തന്നെ കമ്മോഡിറ്റി ഈ 2ൻ്റെയും ഓപ്ഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബന്ധപ്പെടാം. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് മാരിക്കോയാണ്. മാരിക്കോ നെറ്റ് പ്രോഫിറ്റ് 8% ഉയർന്നു. GSW സ്റ്റീല് ഇവർ സുപ്രീം കോടതി ബുഷ് ആൻഡ് പവർ സ്റ്റീൽ റെസൊല്യൂഷൻ പ്ലാൻ റിജക്റ്റ് ചെയ്തു, സ്റ്റോക്ക് നേടിഞ്ഞു. ഡീപ്പ് ഇൻഡസ്ട്രീസ് 36 കോടി രൂപയിൽ നിന്ന് 200 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. വിമാർട്ട് 39 കോടി രൂപ ലോസിൽ നിന്ന് 18 കോടി രൂപ പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ബോണസ് ഷെയർ 3:1 എന്ന റേഷ്യോയിൽ ബോണസ് കൊടുക്കുന്നുണ്ട്. IOB 808 നിന്ന് 1050 പ്രോഫിറ്റ് ഉയർത്തി. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, ന്യൂസുകൾ മാത്രമാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 480 നിന്ന് 380 പ്രോഫിറ്റ് കുറഞ്ഞു. ന്യൂജൻ സോഫ്റ്റ്വെയർ 89 നിന്ന് 108 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന
യൂറോപ്യൻ മാർക്കറ്റ് കാണാം FTSE CAC 40 ഡാക്സ് അതീവ പോസിറ്റീവാണ്. വിക്സ് ഇന്ന് ഉയർന്നില്ല. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവ്. ഗോൾഡ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിന് ശേഷം ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം 3258 പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡിനെ ആശംസിക്കുന്നു. ഞായറാഴ്ച നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഈവൻറ്റുകളൊക്കെ ആയിട്ട് എത്താം. താങ്ക് യു ഓൾ.